തുടങ്ങല്ലേ? ശരി ടീച്ചർ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, റഹ്മാനായ റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. മാഷാ അല്ലാഹ്. ഖുർറത്തുൽ അയ്ൻ മദ്രസന്റെ കീഴിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അതിൽ ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്തരമൊരു സദസ്സ് സംഘടിപ്പിക്കാൻ ഉള്ള ഒരു പരിശ്രമം അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ അത് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഷാഹിദ് അലി അവർക്ക് എല്ലാ നിലക്കുമുള്ള ഒരു സ്വാഗതം ഓതുകയാണ്. മുസ്ലിം ആയതിൽ നീ അഭിമാനിക്കുക എന്ന ഈ ഒരു ടോപ്പിക് സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, രാവും പകലും എത്തുന്നിടത്തെല്ലാം ഈ ഇസ്ലാം എത്തുക തന്നെ ചെയ്യും. മണ്ണിന്റെയോ രോമത്തിന്റെയോ വീടാകട്ടെ, അള്ളാഹു വിട്ടുകളയുകയില്ല ഈ മതത്തെ അവിടെ എത്തിക്കാതെ. സുബ്ഹാനല്ലാഹ്. പ്രതാപിയുടെ പ്രതാപം വഴിയോ നിന്ദനെ നിന്ദനാക്കിയോ ആയിരിക്കും ഇത് സാധിക്കുക. അള്ളാഹു ഇസ്ലാമിനെ പ്രതാപത്തിലാക്കുന്ന പ്രതാപം കൊണ്ട്, സത്യനിഷേധത്തെ നിന്ദമാക്കുന്നത് നിന്ദത കൊണ്ട്. ഈ ഒരു ഹദീസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇസ്ലാമിന്റെ അതായത് മുസ്ലിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അതായത് നമ്മുടെ ഇസ്സത്ത് എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. അപ്പോ ആ ഇസ്സത്ത് നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു ദീനിനെ നമുക്ക് ഇല്ലാതായി തീരുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. പക്ഷെ ഈ ദീൻ ഉപേക്ഷിച്ച് ആളുകൾ ഇല്ലാതായി തീരുമോ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഭയപ്പെടേണ്ടത് എന്നാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അള്ളാഹു വളരെ ഔദാര്യമായിട്ടാണ് ഈ ദീനിനെ നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ പ്രതാപം, അതിന്റെ ഇസ്സത്ത് ഇന്നത്തെ തലമുറ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യത്തെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഷാഹിദ് അലി ഹാഫിൽ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. صدق الله العظيم. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപകരെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ വലിയ ഒരു വിജയം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നാം, അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭിമാനിക്കേണ്ടുന്ന നാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പിലുള്ളത് അള്ളാഹുവിൻ്റെ സ്വർഗമാണ്.
ഇസ്ലാം കൊണ്ട് അഭിമാനിക്കേണ്ടുന്ന നമ്മൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്, അള്ളാഹു വഅദ് നൽകിയിരിക്കുന്നതാണ് ജന്നാത്തുൽ ഫിർദൗസ്, സ്വർഗം എന്നുള്ളത്. നമുക്കറിയാം, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അള്ളാഹുവിൻ്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രകാശപൂരിതമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കിയ ഇസ്ലാം എന്നുള്ളത് പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളായ ഹദീസ് തിരുവചനങ്ങളുമാണ്. ഇതാണ് ഇസ്ലാമിന്റെ ബേസ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് അവതരിപ്പിച്ചത്, അള്ളാഹു നിയോഗിച്ചയച്ചത്. മറ്റുള്ള പ്രവാചകന്മാരെയും അങ്ങനെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരു രീതിയുണ്ട്. പരിശുദ്ധ ഇസ്ലാം എന്താണെന്ന് നമുക്ക് ഖുർആനിലൂടെ അതുപോലെ തന്നെ ഹദീസുകളിലൂടെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് മുമ്പിലുള്ളത് ഈ ഇസ്ലാമിനെ അഭിമാനപൂർവം പ്രതാപത്തോടെ ഏറ്റെടുത്ത ആളുകളാണോ നാം എന്നുള്ളത് നാം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മളൊക്കെ മുസ്ലിങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ നമുക്ക് അഭിമാനമുണ്ടോ? അതല്ല ഇസ്ലാമിക ജീവിതത്തിൽ നമുക്കൊരു ഇടങ്ങേറാണോ ഉള്ളത്, ഒരു ബുദ്ധിമുട്ടാണോ ഉള്ളത് എന്നുള്ളത് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയത്തിലാണ്. നമ്മൾ വിദ്യാർത്ഥികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആരാധനാനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം അള്ളാഹു അത് സ്വീകരിക്കുന്നുണ്ട്, മനസ്സാന്നിധ്യത്തോടെയാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തുടങ്ങുന്ന സംഗതികളൊക്കെ അതിൻ്റെ കുറെ ഭാഗങ്ങളാണത്. തുടക്കത്തിൽ പറയാനുള്ളത്, ഇസ്ലാം എന്നുള്ളത് അഭിമാനമാണ്, ഇസ്സത്താണ്, അത് നമുക്ക് പ്രതാപമാണൊക്കെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. ഇവിടെ അള്ളാഹു പറയുന്നത് ഇസ്ലാം കൊണ്ടുള്ള അഭിമാനം അള്ളാഹുവിനും ഉണ്ട്, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്, സത്യവിശ്വാസികൾക്കും ഉണ്ട്. വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. ശേഷം വീണ്ടും ലാ യഅലമൂൻ എന്ന് പറയുന്നുണ്ട്. അതായത് വിശ്വാസത്തിൽ ദൗർബല്യമുള്ള, മടിയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രതാപം, ഇതിൻ്റെ ഒരു ഇസ്സത്ത്, അവർക്ക് അഭിമാനം ഇല്ലാത്ത ആളുകൾ. മറിച്ച് ഇതുകൊണ്ട് അഭിമാനിച്ച ആളുകൾക്ക് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർന്ന സ്വർഗവും അള്ളാഹുവിന്റെ വഅദ്, അള്ളാഹുവിന്റെ കരാറ്, ആ വാഗ്ദത്ത സ്വർഗം അള്ളാഹു നൽകുന്നത്. നമുക്കറിയാം, നമുക്ക് ഇങ്ങനെയുള്ള ഒരു ജീവിതം കാണിച്ചു തന്ന, മാതൃക കാണിച്ചു തന്ന വ്യക്തികളായിരുന്നു സഹാബികൾ. സഹാബികള് മുന്നേ വിജയിക്കാൻ കാരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവര് എന്റെ സഹാബികളാണ്, എന്നെ പിന്തുടർന്ന ആളുകളാണ്, അവരെന്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. സഹാബി കന്നുജൂം, നക്ഷത്രങ്ങളെ പോലെ തിളങ്ങിക്കൊണ്ട് പ്രകാശിച്ചുകൊണ്ട് സഹാബികൾ എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത്. കാരണം അവരെന്താണ്, അവര് വളരെ സീരിയസ് ആയിട്ടാണ് ഇസ്ലാമിനെ എടുത്തത്. അപ്പൊ നമ്മൾ സീരിയസ് ആയിട്ടാണോ എടുക്കുന്നത്, ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് സഹാബികളെ പോലെ സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്ന് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് നോക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വത്തബഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, അതായത് വത്തബഉ മാ ഉൻസില ഇലൈഹിം വത്തബഉ നൂറ അല്ലദീ ഉൻസില മഅഹു. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ ആ പ്രകാശം, അതായത് ഇസ്ലാം, ഹിദായത്ത്, ആ പ്രകാശത്തെ അവര് എന്ത് ചെയ്ത് സ്വീകരിച്ചിട്ടുണ്ട് വളരെ ഗൗരവമായിട്ട്. വഅസ്സറൂഹു വനസറൂഹു, അവർ വളരെ ഗൗരവപൂർവ്വം അതിനെടുത്തിട്ടുണ്ട്, അങ്ങനെ അതിനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു അവർക്ക് സ്വർഗം അവർക്ക് പകരമായിട്ട് വാഗ്ദാനം ചെയ്തു. അപ്പോ സഹാബികളെ കുറിച്ച് നമുക്കറിയാം, അവരെല്ലാം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച ആളുകളായിരുന്നു. അവരുടെ സമ്പത്ത്, ശരീരം ഒക്കെ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇസ്ലാമിന് എത്രത്തോളം നമ്മൾ സമർപ്പിക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു അതിനെ മാതൃകയായിട്ട് നമ്മോട് തന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളെ കുറിച്ചാണ്. അപ്പൊ സഹാബികളെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഖുർആനും ഒക്കെ ഏറ്റവും മാതൃകയായിട്ട് ജീവിതത്തിൽ കാണിച്ചു തന്നവരായിരുന്നു സഹാബികൾ. അപ്പോൾ സഹാബികൾ എങ്ങനെയായിരുന്നു, അവര് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച ആളുകളായിരുന്നു.
ഖുർആൻ അങ്ങനെ തന്നെയാണ് അവരെ കുറിച്ച് പറയുന്നത്. ഇന്നല്ലാഹു അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം പകരമായിക്കൊണ്ട്, അല്ലെ, നമ്മളൊക്കെ ഇസ്ലാം കൊണ്ട് അഭിമാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആ ഒരു ഇസ്സത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കണം. ഈ സമർപ്പണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ പ്രവാചകന്മാരൊക്കെയും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ അള്ളാഹു സ്നേഹിച്ച, ഇഷ്ടപ്പെട്ട പ്രവാചകനാണ്, മനുഷ്യനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിക്ക് അള്ളാഹു ഇത്രത്തോളം ഇഷ്ടം കൊടുത്തത്, അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ കാരണം, ഇത് ഇബ്തല ഇബ്രാഹിം റബ്ബഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന, ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. അതിലൊക്കെ അദ്ദേഹം വിജയിച്ചു. വിജയിച്ചു. ഒരുപാട് പരീക്ഷണങ്ങൾ വന്നപ്പോൾ പരീക്ഷണത്തിൽ അകപ്പെട്ടു, ശേഷം അകപ്പെട്ട് ശമിച്ചു. അങ്ങനെയാണ് വിജയിച്ചത്. അപ്പൊ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നമുക്ക് അഭിമാനമാവണമെങ്കിൽ ഏത് സമയത്തും അള്ളാഹുലേക്ക് നമ്മൾ അടുക്കണം. പ്രയാസം വരുമ്പോഴും അടുക്കണം, അതുപോലെ തന്നെ സന്തോഷങ്ങൾ വരുമ്പോഴും അടുക്കണം. അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഹദീസിലൂടെ നമ്മോട് പറയുന്നുണ്ട്, സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവോട് കൂടുതലായിട്ട് ഇങ്ങനെ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? അത് നമുക്കൊരു ഹൈറാക്കി മാറ്റിത്തരും. സബറ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കുന്നവരാവണം. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? ആ പ്രയാസങ്ങൾ ആ ക്ഷമ കൊണ്ട് അള്ളാഹു നമ്മളെ ഹൈറിലാക്കും. അപ്പോ പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മൾ ഹൈറിലാവും, അതുപോലെ തന്നെ സന്തോഷങ്ങൾ വരുമ്പോഴും നമ്മൾ ഹൈറിലായിക്കൊണ്ടിരിക്കും. ഈ രണ്ടവസ്ഥയും കുല്ലുല്ലവും ഹൈർ, കുല്ലുല്ലവും ഹൈർ. സത്യവിശ്വാസിക്ക് രണ്ടവസ്ഥയും എന്താണ്? ഹൈറായിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ സന്തോഷങ്ങൾ വരുമ്പോൾ അള്ളാഹുലേക്ക് അടുക്കുന്നുണ്ടോ? അതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഇസ്ലാം കൊണ്ട് അഭിമാനിക്കുന്നവരാവുന്നത്. കാരണം കുറെ ആളുകൾ സന്തോഷം വരുമ്പോൾ അള്ളാഹുവിനെ മറന്നു പോവും എന്നാണ് അള്ളാഹു ഗൗരവമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ മറന്നു പോകാൻ പാടില്ല. ഒരവസരത്തിൽ നമ്മൾ അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഏത് സന്ദർഭത്തിലും നമ്മൾ അള്ളാഹുലേക്ക് അടുക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അതുപോലെ തന്നെ ഖുർആനൊക്കെ നമ്മൾ ഏത് അവസരത്തിലും നമ്മളിങ്ങനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കണം. അള്ളാഹു പറയുന്നുണ്ട്, ഇസ്തജീബു ലില്ലാഹി വലിർ-റസൂലി ഇദാ ദഅഅകും ലിമാ യുഹ്യീകും. നിങ്ങൾ അള്ളാഹുലേക്കും അള്ളാഹുവിന്റെ പ്രവാചകന്റെയും വിളി നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾ വിളിക്കുത്തരം നൽകുക. ലിമാ യുഹ്യീകും, അതായത് അള്ളാഹുവും പ്രവാചകൻ നമ്മൾ ക്ഷണിക്കുന്നത് എന്തിലേക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്. ലിമാ യുഹ്യീകും, നമുക്ക് ഹയാത്ത് നൽകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, ഇസ്ലാമിൽ ഒരുപാട് ഹറാമുകളുണ്ട്, ഹലാലുകളുണ്ട്, അല്ലെ? എല്ലാവർക്കും അറിയാം. അപ്പോൾ ഹറാം ഹലാലുകളൊക്കെ എന്താണ്? മനുഷ്യന് വേണ്ടാത്തതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഹറാമായിട്ടുള്ളത്. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു യഥാർത്ഥ മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം, അതായത് യഥാർത്ഥമായ മനുഷ്യനാവുക, മുസ്ലിം ആവുക, രണ്ടും എന്താണ്? ഒന്ന് തന്നെയാണ്. അതായത് അള്ളാഹു നമുക്ക് ഹൈറായത് അള്ളാഹു നമുക്ക് ഹലാലാക്കിയിട്ടുണ്ട്. മനുഷ്യന് നിഷിദ്ധമായ കാര്യങ്ങൾ, മനുഷ്യന് വേണ്ടാത്ത കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ എന്തുള്ളത്? നമുക്ക് ഹറാമാക്കിയിട്ടുള്ളത്. മനുഷ്യന് വേണ്ടതെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതുപോലെ തന്നെ ഖുർആനിലൂടെ ഒക്കെ നമുക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്, അനുവദിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം, الرسول النبي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث എന്ന് തുടങ്ങുന്ന വലിയൊരു ദീർഘിച്ച ആയത്തുണ്ട്. അതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ നമ്മളിലേക്ക് വന്നത്? നമുക്ക് വേണ്ടാത്തത് നിരോധിക്കാനും വേണ്ട കാര്യങ്ങൾ നമ്മോട് അനുവദിക്കാനും, അതായത് നമ്മോട് കൽപ്പിക്കാനും, അതുപോലെ തന്നെ തിന്മകളെ നമ്മോട് വെടിയാനും, നന്മകൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വേണ്ടാത്തതൊക്കെ മനുഷ്യന് വേണ്ടാത്തതാണ്. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അല്ലെ? പരിശുദ്ധ ഇസ്ലാം തന്നെ അള്ളാഹുവിന്റെ കാരുണ്യമായിട്ട് തന്നെയാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇസ്ലാമിന്റെ ബേസ് ആണ് പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഹദീസും. ഇത് രണ്ടും, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാമും പരിശുദ്ധ ഖുർആനും രണ്ടും റഹ്മത്തായിട്ടാണ് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പ്രവാചകരെ, താങ്കളെ ഈ ലോകർക്ക് കാരുണ്യമായിട്ടാണ് താങ്കളെ നിയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്ത് അയച്ചിട്ടുള്ളത് എന്നർത്ഥം. ആ കാരുണ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യമാണ് മനുഷ്യർക്ക് വേണ്ടിയിട്ട്
ഖുർആനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത് സത്യവിശ്വാസികൾക്ക് കാരുണ്യമായിട്ട്, അതുപോലെ തന്നെ മനുഷ്യ മനസ്സുകൾക്ക് ശാന്തിയായിട്ട്. ഈ ഖുർആനിലേക്ക് നമ്മൾ അടുക്കുന്നത് യഥാർത്ഥത്തിൽ സമാധാനമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ഖുർആൻ തന്നെ ഖുർആനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ രണ്ടർത്ഥത്തിലും എന്താണ്, ഖുർആനും ഹദീസും നമുക്ക് കാരുണ്യമാണ്. അതായത് ഇത് രണ്ടും ഉൾക്കൊള്ളുന്ന ഇസ്ലാം യഥാർത്ഥത്തിൽ കാരുണ്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രവാചകന്മാരോട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ഇത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു വിശദീകരിക്കുന്നതായിട്ട് കാണാം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം നബിയോട് അള്ളാഹു പറയാണ് അസ്ലിം. ഖാല അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോ നീ മുസ്ലിം ആവുക എന്ന് പറഞ്ഞപ്പോൾ, നീ കീഴ്പ്പെടുക, അനുസരിക്കുക എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ തന്നെ ഇബ്രാഹിം നബി എന്ത് ചെയ്തു? അള്ളാഹു ഞാൻ അനുസരിച്ചിട്ടുണ്ട്, കീഴ്പ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹുവോട് അപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ശേഷം ഇബ്രാഹിം നബിയും അതുപോലെ തന്നെ ഇസ്ഹാഖ് നബിയും ഒക്കെ അവരുടെ മക്കളോട് പറയുന്നുണ്ട്, വസ്സാബിഹ ഇബ്രാഹിം വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയും അതുപോലെ തന്നെ പ്രവാചകന്മാരൊക്കെയും അവരുടെ മക്കളോട് പറഞ്ഞിരിക്കുന്നത് ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, ഈ ദീനിനെ, ഇസ്ലാമിനെ നിങ്ങൾക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത് തന്നതാണ്, അല്ലെ, നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല. ഹിദായത്തിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഹിദായത്തിലായി എന്നുള്ളത് അള്ളാഹു നൽകിയ ഒരു സമ്മാനമാണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ് ഇസ്ലാമിനെ നമുക്ക് നൽകി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു അഹങ്കാരം നടിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. കാരണം അള്ളാഹു ആണ് നമുക്ക് ഹിദായത്ത് നൽകിയത്. ഈ ഹിദായത്തിനെ നിലനിർത്തി തരുന്ന അള്ളാഹു ആണ്. അത് എടുത്തു കളയാനുള്ള കഴിവും അള്ളാഹുവിനുണ്ട്. അത് വളരെ ഗൗരവമായ സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹിദായത്തിന് നന്ദി പറയേണ്ടത് അള്ളാഹുവോടാണ്. പ്രവാചകന്മാരോടൊക്കെയും അങ്ങനെയായിരുന്നു. അവരെ മക്കളെ പരിശീലിപ്പിച്ചതും അതിനു വേണ്ടിയിട്ടായിരുന്നു. ഈ ഹിദായത്ത് നിരന്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? പരിശീലിച്ചിരുന്നു എന്നർത്ഥം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ ഒരു മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ചില മാർഗരേഖകളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹദീസിൽ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അത്തരം സംഗതികൾ. അതായത് നമുക്കറിയാം, ഒന്ന് ഖുർആനിന്റെ അധ്യാപനങ്ങൾ പരിപൂർണമായിട്ട് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, പരിശുദ്ധ ഖുർആന് ഒരു ഒരു സംഹിതയാണ്, ജീവിത പദ്ധതിയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഖുർആനും ഹദീസുമാണ് നമ്മുടെ ജീവിതത്തിന്റെ, ഇസ്ലാമിന്റെ ബേസ് എന്നുള്ളത്. അപ്പൊ ഈ ഖുർആനിൽ നമുക്കറിയാം ഒരുപാട് ആരാധന കർമ്മങ്ങളെ കുറിച്ചോ ആരാധന കർമ്മങ്ങളുടെ പ്രാർത്ഥനകളോ ഒന്നും വിശദമായിട്ട് പഠിപ്പിക്കാത്ത പരിശുദ്ധ ഖുർആൻ. ഇപ്പൊ നമസ്കാരത്തെ കുറിച്ചോ അതിന്റെ നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളെ കുറിച്ചോ അല്ലെങ്കിൽ സകാത്തിന്റെ അല്ലെങ്കിൽ നോമ്പിന്റെ പ്രാർത്ഥനകളോ അതിന്റെ ഷർത്തുകളോ ഒന്നും വിശദീകരിക്കാത്ത ഖുർആൻ മനുഷ്യ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ശാസ്ത്രം, അതല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രീതികള്, അതുപോലെ തന്നെ വിവാഹം, അതുപോലെ തന്നെ വിവാഹമോചനം, അങ്ങനെ ദൈനംദിന നമ്മുടെ പ്രവർത്തനങ്ങള്, ഇടപാടുകളെ കുറിച്ച്, അതുപോലെ തന്നെ വിക്രയങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ ഖിസാസ്, അങ്ങനെ ഒരുപാട് നമ്മുടെ മനുഷ്യ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്രയവിക്രയങ്ങളുമായിട്ടാണ് ഖുർആൻ വിശദീകരിച്ച് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഖുർആൻ ഇത്രത്തോളം മനുഷ്യ ഇടപാടുകളെ കുറിച്ച് വിശദീകരിക്കുന്നത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മൾ ആരാധന കർമ്മങ്ങളൊക്കെ നമുക്ക് അത് പ്രതിഫലിക്കേണ്ടത് ഈ മാനുഷിക ഇടപാടുകളിലൂടെയാണ് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ചില ആളുകളുണ്ട്, അവർ ആരാധന കർമ്മങ്ങളൊക്കെ, ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, കുറെ ആളുകള് ആരാധന കർമ്മങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമസ്കാരമൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കും, നോമ്പ് സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരുടെ സ്വഭാവം ചിലപ്പോൾ 5 ദിവസമൊക്കെ പറ്റാത്ത കുറെ ആളുകളൊക്കെ ഉണ്ട് നമുക്കിടയിൽ, നമുക്ക് കാണാൻ സാധിക്കും. തീരെ സ്വഭാവം ശരിയല്ലാത്ത ആളുകൾ, മറ്റുള്ളവരെ അവസരം കിട്ടുമ്പോൾ അനാവശ്യം പറയലും മോശപ്പെട്ട പെരുമാറ്റമൊക്കെ ഉള്ള ആളുകൾ. പക്ഷെ അവരൊക്കെ കൃത്യമായിട്ട് നമസ്കരിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇസ്ലാം നന്നാക്കാൻ ഏറ്റവും വലിയ ഒരു പ്രചോദനം എന്നുള്ളത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, കാന ഖുൽഖുഹു അൽ ഖുർആൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ്. അപ്പോ ആ ഖുർആനിൽ എന്തെല്ലാം സ്വഭാവ ഗുണങ്ങൾ പറയുന്നുണ്ടോ, എന്തെല്ലാം വെടിയണമെന്ന് പറയുന്നുണ്ടോ, അതെല്ലാം പരിപൂർണമായിട്ട് സ്വീകരിച്ച് മാതൃക കാണിച്ചതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാലോ, നമ്മുടെ സ്വഭാവം, അക്മൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ ഗുണം അള്ളാഹു ഏറ്റവും തൂക്കുന്നത്, അതായത് സത്യവിശ്വാസി എണ്ണപ്പെടുന്ന അള്ളാഹുവിന്റെ അടുത്ത് അവരുടെ സ്വഭാവം നോക്കിയിട്ടാണ്.
അപ്പൊ സ്വഭാവത്തിൽ നമ്മൾ തീരെ കൊള്ളൂലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു എന്ത് ചെയ്യും, പാഴാക്കി കളയും. അപ്പൊ ആ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അമലുകൾ തൂക്കുമ്പോൾ നമ്മൾ ത്രാസിൽ ഏറ്റവും കനം കൂടുന്ന സ്വഭാവമാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ സ്വഭാവം ശുദ്ധീകരിക്കുക, അത് സംസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത്. അപ്പോ അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിലൂടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും അള്ളാഹുവിന്റെ അടുത്തേക്ക് ഞാനൊരു മുസ്ലിം ആണെന്ന് അഭിമാനിച്ചുകൊണ്ട് അഭിമാനബോധത്തോടെ നമ്മൾ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ പരലോകത്തിലേക്ക് ചെന്നെത്തിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുദി ജാറഹ, അവരെന്ത് ചെയ്യണം, അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ നമ്മൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയൽവാസിയെ ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. വലാ യുദി ജാറഹ, ജാറ് എന്ന് പറഞ്ഞാൽ അയൽവാസി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അയൽവാസി ബന്ധം എന്താണ്. കുറെ ആളുകൾക്ക് അയൽവാസികളെ പോലും അറിയില്ല, അല്ലെ? അങ്ങനെ കുറെ ആളുകളുണ്ട്, അയൽവാസികൾ ആരാണെന്ന് പോലും അറിയാത്ത, അയൽവാസികളെ കണ്ടാലൊന്നും പുഞ്ചിരിക്കാത്ത എത്രയോ ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് വഴി കൊടുക്കാത്ത ആളുകൾ, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ഒക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? നിങ്ങൾ അയൽവാസികൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് നല്ലത് കൊടുക്കണം, നല്ലത് കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിശീലിക്കണം. വേണ്ടാത്തത് നമ്മൾ ഒഴിവാക്കുന്നതല്ല അയൽവാസികൾക്ക് കൊടുക്കേണ്ടത്, മറിച്ച് നല്ലത് കൊടുക്കുന്ന എത്ര ആളുകൾ നമുക്കിടയിലുണ്ട്, നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അയൽവാസികൾ ആരാന്ന് അറിയാത്ത, അവരോടൊന്ന് പുഞ്ചരിക്കാത്ത ആളുകളാണ് നമ്മളെങ്കിൽ ഇന്നു മുതൽ തന്നെ നമ്മളത് മാറണം. ആ സ്വഭാവം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ അള്ളാഹുലേക്ക് അങ്ങനെ ഇസ്ലാം കൊണ്ട് നിങ്ങൾ പ്രതാപവാന്മാരായിട്ട് അള്ളാഹുലേക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരിക്കലും അയൽവാസിയെ ഉപദ്രവിക്കാൻ പാടില്ല, അവരോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ നമ്മൾ പെരുമാറേണ്ടതുണ്ട് എന്നർത്ഥം. നമുക്കറിയാലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇങ്ങനെ അവകാശങ്ങൾ, അയൽവാസിയോട് ചെയ്യേണ്ടുന്ന ഒരുപാട് ബാധ്യതകളെ കുറിച്ച് ഇങ്ങനെ വിവരിക്കുകയാണ്. ആ സമയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു. കാരണം ഇനി സ്വത്ത് ഓഹരി വെക്കുമ്പോൾ സമയത്ത് അയൽവാസിക്ക് എത്ര പൈസ കൊടുക്കേണ്ടി വരും, എത്ര വിഹിതം കൊടുക്കേണ്ടി വരും എന്ന് ജിബ്രീൽ പറയുമോ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു പോയ ഒരു സംഗതി വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അയൽവാസിയോട് നമ്മൾ പെരുമാറുമ്പോൾ അയൽവാസി മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണോ, ഹിന്ദു ആണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യം നമുക്കില്ല. അങ്ങനെ ഒരു രീതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അയൽവാസി മനുഷ്യനാണോ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മോട്. ഇപ്പൊ മുസ്ലിം ആണെങ്കിൽ കുറച്ചധികം കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അയാളോട് കടമകൾ ഉണ്ടാവും, അത് വേറെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അയൽവാസി ആരാണെങ്കിലും ആ മനുഷ്യൻ എന്നുള്ള പരിഗണനയോടെ, അയൽവാസി എന്നുള്ള പരിഗണനയോടെ അള്ളാഹുവിന്റെ തൃപ്തി അതിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇസ്ലാമിന്റെ പ്രതാപം അതിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരെ എന്ത് ചെയ്യണം, അവരോട് മാന്യമായ രൂപത്തിൽ പെരുമാറണം, അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ കൂടെ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ളൈഫഹു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുത്തേക്ക് പ്രതാപത്തോടെ, ഇസ്ലാമിന്റെ ആ ഒരു വെളിച്ചത്തോടെ, പ്രകാശത്തോടെ നമ്മൾ ചെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവര് അതിഥികളെ സൽക്കരിക്കട്ടെ. നമ്മുടെ വീടുകളിലേക്ക് അതിഥികൾ വരുമ്പോൾ അവരെ സൽക്കരിക്കാനും അവരുടെ ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെയും ഇങ്ങനെ തന്നെയാണ്. മുസ്ലിം ആണോ അതിഥി എന്ന് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മുടെ അതിഥികളായിട്ട് വരുന്നവരെ പ്രത്യേകമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദരിക്കണം. അപ്പോ കുറെ ആളുകൾ, ഒരുപക്ഷെ നമ്മൾ കുടുംബക്കാർ വരുമ്പോൾ തന്നെ ചില ആളുകൾ മൈൻഡ് ചെയ്യാത്തവരുണ്ട്. ഇപ്പൊ നമ്മൾ ഫോണുകൾ യൂസ് ചെയ്യുമ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, എന്തെങ്കിലും പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ അയൽവാസികൾ ആരെങ്കിലും നമ്മുടെ അതിഥികളായിട്ട് വന്നാൽ, കുടുംബക്കാരോ ഫാമിലിന്നോ ആരെങ്കിലും ഒക്കെ വന്നാൽ നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മളെ മുഖത്ത് തന്നെ അതിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. അപ്പോ വന്ന ആളുകൾക്ക് തന്നെ എന്താവും, ഒരു ആകെ ബോറാവും, വരണ്ടിയില്ലായിരുന്നു നമുക്ക് തോന്നിപ്പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കിയിടുന്നുണ്ട്, ഇവർ നമ്മൾ അതിഥികളാ, ഇവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരോട് സംസാരിച്ചിരിക്കാനും അതുപോലെ തന്നെ അവരെ പാർപ്പിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത്, യഥാർത്ഥമായ ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത്, അതിഥികൾ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ നമ്മൾ അവരെന്ത് ചെയ്യണം, ആദരിക്കണം, അവരെ താമസിപ്പിക്കണം. 3 ദിവസം വരെ അവർക്ക് ഫ്രീ ആയി ഒരു ഓപ്ഷനും ഇല്ലാതെ നമ്മളെ വീട്ടിൽ താമസിക്കാനുള്ള, അതായത് നമ്മളെ വീട്ടിലേക്ക് വന്നത് ഒരു അക്രമിയൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മളെ ആള് തന്നെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവർക്ക് കാരണമില്ലാതെ തന്നെ 3 ദിവസം നമ്മളെ വീട്ടിൽ താമസിക്കാനുള്ള ഒരു അവസരം, ഒരു അനുവാദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ രീതിയാണത്. പക്ഷെ എത്ര ആളുകൾ അതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അതിഥികൾ വരുമ്പോൾ അവരെ നല്ല രൂപത്തിൽ, അള്ളാഹു പറഞ്ഞയച്ചതാണല്ലോ, അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവരെ ആദരിക്കുന്നുണ്ട്, അവരോട് നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അവിടെ പറയുന്നത് പരലോകത്തിലേക്കും അള്ളാഹുലേക്കും ആരെങ്കിലും പ്രതീക്ഷ അർപ്പിച്ച് പോകാനിരിക്കുന്നുണ്ടെങ്കിൽ ഫൽ യഖുൽ ഖൈറൻ ഔ ലിയസ്മത്. അവർ സംസാരിക്കുകയാണെങ്കിൽ നല്ല പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയട്ടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് സംസാരങ്ങൾ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത സംസാരങ്ങളാണ്. ഇപ്പൊ കുട്ടികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കണം, നമ്മളെ വീടുകളിൽ ഉപ്പനോടും ഉമ്മനോടൊക്കെ എങ്ങനെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ അതെന്താവൂല, അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ നിയന്ത്രിച്ച് ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മാതാപിതാക്കളോട് നമ്മൾ എന്ന് പോലും പറയാൻ പാടില്ല. അവര് നമ്മളെ എത്രയോ കാരുണ്യത്തോടെയാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നമ്മൾ താഴ്ത്തി കൊടുക്കണം. അവരുടെ മേൽ നമ്മൾ കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് ഖുർആനിൽ, പിന്നെ സൂറത്തുൽ ഇസ്രായിലൊക്കെ ഇസ്രായേൽ ശരിക്കും നമുക്കത് വിശദീകരിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോ മാതാപിതാക്കളോട് എത്രത്തോളം കരുണ കാണിക്കണം, അതുപോലെ തന്നെ അവരെ അനുസരിക്കണം. അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് വെറുപ്പുണ്ടാക്കുമെന്ന് പറയാൻ പാടില്ല. ഇത് മാതാപിതാക്കളോട് നിന്ന് മാത്രമല്ല, നമ്മുടെ സംസാരങ്ങളെല്ലാം അനാവശ്യങ്ങൾ പറയുന്നത്, അതല്ലെങ്കിൽ ഈബത്ത്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നത്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അതിലൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം അള്ളാഹു പറയുകയാണ് ഫല്ലക്കുൽ ഖൈറൻ, പറയുകയാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക, സൈലന്റ് ചെയ്യുക. അപ്പൊ ഈ മൂന്ന് ഗുണങ്ങൾ, അതിഥികളെ വരുമ്പോൾ ആദരിക്കലും, അതുപോലെ തന്നെ അയൽവാസിയോട് ഏറ്റവും നന്മ ചെയ്യലും, അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ മിതത്വം, അതിലൊരു കൺട്രോൾ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്, ഈ മൂന്ന് ഗുണങ്ങളും നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ ഒരിക്കൽ സഹാബത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ എന്താണ് ഏറ്റവും നല്ല ഖൈറായ സംഗതി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക, വഖ്റഉ സലാം, സലാം എന്നും പറയുന്നുണ്ട്. നിങ്ങൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് വല്ലം യാരിഫ് മാല യാരിഫ്, നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്കും അറിയാത്ത ആളുകൾക്കും എന്ത് ചെയ്യണം, നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അതുപോലെ തന്നെ അറിയുന്ന ആളുകളോടും അറിയാത്ത ആളുകളോടും നിങ്ങൾ സലാം പറയണം. ഇത് മറ്റൊരു രീതിയാണ്. നമ്മുടെ സ്വഭാവത്തെ നമ്മൾ നന്നാക്കി എടുക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു രീതിയാണ്. അതായത് നമ്മൾ അറിയുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യർക്ക് മാത്രം ഭക്ഷണം കൊടുക്കുക എന്ന അർത്ഥത്തിലല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ചില ആളുകൾ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ട് എന്നല്ല, ആർക്കൊക്കെ ഭക്ഷണത്തിന് അത്യാവശ്യമായിട്ട് വരുന്നുണ്ടോ അവരെ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു ചോദിക്കൂല നാളെ, എനിക്ക് വിശന്നപ്പോ നിങ്ങൾ ഭക്ഷണം തന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുക്ക് വിശക്കുക എന്ന് പറയുമ്പോൾ അവകാശികൾക്ക് വിശക്കുക എന്നർത്ഥം. അവിടെ ഹദീസിൽ അങ്ങനെയാണ് അതിനെ തഫ്സീർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുക്ക് രോഗം ഉണ്ടായപ്പോൾ നമ്മൾ അള്ളാഹുവിനെ സന്ദർശിച്ചില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. രോഗികളെ സന്ദർശിക്കാത്തതാണ് അതിന് കാരണം. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം. മൃഗങ്ങൾക്ക് വരെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴും അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ കാരുണ്യം അതിലുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മൃഗങ്ങളോട് വരെ നമ്മൾ കരുണ കാണിക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിക്കുമ്പോൾ ആകാശത്തിലുള്ള അള്ളാഹു നമ്മോട് കരുണ കാണിക്കും എന്നാണ് അർത്ഥം. അപ്പൊ അത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ നമ്മുടെ കാരുണ്യം, ഇസ്ലാമിന്റെ കാരുണ്യം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇസ്ലാം തന്നെ കാരുണ്യമാണ്. ആ കാരുണ്യം എന്ത് ചെയ്യണം, അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ട് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് സലാം പറയുക എന്നുള്ളത്, അഫ്ശുസ്സലാം വഖ്റഉസ്സലാം, അത് നിങ്ങൾക്ക് അറിയുന്ന ആളുകളോടും അറിയാത്ത ആളുകളോടും സലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സലാം പറയുന്ന ഒരു സിറ്റുവേഷൻ, ഈ ഒരു അവസ്ഥ വളരെ കുറവാണ്. കുറെ ആളുകൾക്ക് ഇത് എന്തോ ഒരു മടി പോലെയാണ് ചില ആളുകൾ സലാം പറയുന്നതിന് അവര് വിചാരിക്കുന്നത്. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സലാം തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനയാണ്. നമ്മളെ പഠിപ്പിക്കുകയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥന എന്താണ്? നമുക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു അറിയാത്ത ഒരാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അവരിങ്ങോട്ട് വലൈക്കും അസ്സലാം എന്ന് പറയും. അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തില് അത് ഹിന്ദുവും ക്രിസ്ത്യാനിയൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയ എന്തായാലും നമുക്ക് സലാം പറയാലോ. മുസ്ലിം ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സലാം പറയാം. അല്ലാത്തവരോടും പറയാം. പക്ഷെ മുസ്ലിം ആണെന്ന് ഉറപ്പുള്ള ആളുകളോട് എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് സലാം പറഞ്ഞു നോക്കുക. അപ്പൊ അവർ തിരിച്ചു ഇങ്ങോട്ട് പറയുമ്പോൾ എന്താണ്, അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ സമാധാനം, ഒരു പ്രാർത്ഥനയും കൂടെയാണുള്ളത്. അള്ളാഹു നിങ്ങളെ സമാധാനത്തിലാക്കട്ടെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ എന്നാണ്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന ഇടമാണ് നമ്മുടെ വീട്. അതായത് നമ്മുടെ വീട്. ഇപ്പൊ നമ്മൾ എത്ര ആളുകളുണ്ട് ഉപ്പനോടും ഉമ്മനോടും നമ്മുടെ ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ സലാം പറയുന്നവരായിട്ട് എത്ര ആളുകളുണ്ട്? ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ സലാം പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു വലിയൊരു മാറ്റമുണ്ട്. കുറെ ആളുകൾ സലാം പറയാത്ത ആളുകളാണ്, എപ്പോഴെങ്കിലൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മുടെ ഉപ്പനോടും ഉമ്മനോടും അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരോടൊക്കെ നമ്മൾ സലാം പറഞ്ഞിരിക്കുക.
അപ്പൊ അവിടെ വലിയൊരു മാറ്റം ഉണ്ടാവും. കാരണം ആ വീട്ടിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവും. ഇത് നമ്മൾ വിദ്യാർത്ഥികളെ നമ്മൾ ശ്രദ്ധിക്കണം. സലാം പറയുമ്പോൾ എന്താവും, നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും. നമ്മൾ ആരോടാണ് സലാം പറയുന്നത് അവർക്കും ഒരു സമാധാനം കിട്ടും. അപ്പൊ ഈ സലാം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതുകൊണ്ട് അത് പറയുന്നതിൽ നിങ്ങൾ മത്സരിക്കണം എന്ന് തന്നെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. കേവലം പറയണം എന്നല്ല, അത് നിങ്ങൾ വ്യാപിപ്പിക്കണം. വഫ്ശുസ് സലാം എന്നാണ്, നിങ്ങൾ സലാമിനെ നിങ്ങൾ പരത്തണം, അത് നിങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അത്രയും സമാധാനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ കുറെ ആളുകൾക്ക്, ഇപ്പൊ ഞാനൊരു മുസ്ലിമാണ് അതുകൊണ്ടാണല്ലോ സലാം പറയുന്നത് എന്നുള്ളത്, സലാം പറയാൻ പോലും മടിയും പേടിയുള്ള കുറെ ആളുകളുണ്ട്. ഒരു പക്ഷെ അമുസ്ലിങ്ങളാണ് നമുക്കിടയിൽ ഉള്ളത്, നമ്മുടെ അടുത്തുള്ളതെങ്കിൽ അവർക്ക് ഇത് എന്താണ് സലാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അതും വലിയൊരു ദൗത്യമാണ്. നമ്മുടെ ഇസ്ലാം കൊണ്ട് അഭിമാനിച്ച് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് സലാം പറയുക. ആ സലാം പറയുന്നത് നമ്മൾ അഭിമാനിക്കുക, ഞാനൊരു മുസ്ലിമാണെന്നുകൊണ്ട് അഭിമാനിക്കുക. ഇങ്ങനെ നമ്മുടെ സ്വഭാവ ഗുണങ്ങളെ മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സെക്ഷനാണ് നമ്മുടെ ആരാധന കർമ്മങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കണിശമായി നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കുറെ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ യഥാർത്ഥമായ രൂപത്തിലുള്ള ടൈം ടു ടൈം കറക്റ്റ് ടൈമിനല്ലാതെ നിസ്കരിക്കുന്ന ആളുകളാണ് കുറെ ആളുകൾ. കുറച്ച് ആളുകൾ മാത്രമാണ് കറക്റ്റ് സമയത്ത് അതിൻ്റെ രൂപത്തിൽ നിർവഹിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാലോ കുറെ ആളുകൾ നരകത്തിലേക്കാണ് പോകുന്നത്, കുറച്ച് ആളുകളാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മള് ആ കുറഞ്ഞ ആളുകൾ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ജന്നാത്തുൽ ഫിർദൗസിലേക്ക് തന്നെ അള്ളാഹു കൊണ്ടുപോകുന്ന ആളുകൾ നമ്മൾ പെടണം. അപ്പൊ നമ്മൾ നമ്മുടെ ആരാധന കർമ്മങ്ങൾ എന്ത് ചെയ്യണം, കണിശമായി കൃത്യമായി നിർവഹിക്കണം. അപ്പൊ നമുക്കത് അറിയില്ലെങ്കിൽ നമ്മൾ അതിലെന്തെങ്കിലും ഫാൾട്ട് കണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ചെയ്യണം. നമുക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ കോഴ്സുകൾ, ഇതൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷെ അത് പഠിക്കാത്തതിലല്ല നമുക്ക് ടെൻഷൻ ഉണ്ടാവേണ്ടത്. മറിച്ച് നമുക്ക് നിസ്കാരം അത് കറക്റ്റായി സമയത്ത് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് ദിവസവും കഴിയുന്നില്ലെങ്കിൽ അവിടെയാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവേണ്ടത്. അവിടെ നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇസ്ലാം ഉണ്ട് എന്നർത്ഥം. അള്ളാഹു പറഞ്ഞ ശരിയായ ഇസ്ലാം നമുക്ക് നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നർത്ഥം. അപ്പൊ ഇസ്ലാമിന് ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഇത് നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നർത്ഥം. നമ്മുടെ ആരാധന കർമ്മങ്ങളിൽ നമ്മളത് കൃത്യമാക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവ രീതികളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പരിശീലിക്കണം. ആ അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലൂടെ ഇസ്ലാമിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്വയം നമ്മൾ ശരിയാക്കണം, എന്നിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അതിന്റെ ഒരു വലിയ രണ്ട് ഭാഗമാണ്. ഒന്ന് നമ്മുടെ ഭക്ഷണ രീതി, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണം എന്നുള്ളത്. ഞാനൊരു മുസ്ലിമാണ്, എന്റെ ഇസ്ലാം കൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതി നമുക്കറിയാം. ഭക്ഷണം അള്ളാഹു എന്തിനാണ് നമ്മോട് കഴിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്, നമുക്ക് വിശപ്പ് മാറണം, അതുപോലെ തന്നെ നമുക്ക് ഊർജം കിട്ടണം. ഈ രണ്ട് മെയിൻ ഉദ്ദേശമാണ് അതിലുള്ളത്. പക്ഷെ ഇന്ന് ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ആർഭാടമായി, ആഭാസമായിട്ട് കുറെ ആളുകൾ എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന പോലെയാണെന്നുള്ളത്. ഫാസ്റ്റ് ഫുഡുകൾ, അതുപോലെ തന്നെ പാക്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, പിന്നെ അങ്ങനെ കരിച്ചതും ഇങ്ങനെ എണ്ണയിലൊക്കെ ഉപയോഗിക്കുന്ന കുറെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അനാവശ്യമായ രൂപത്തിൽ കഴിക്കുന്ന കുറെ ആളുകൾ നമുക്കിടയിലുണ്ട്, അല്ലെ? നമുക്കിടയിൽ കുറെ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണം അങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡുകൾ മാത്രം കഴിച്ച് ശീലാവുന്ന കുറെ ആളുകൾ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാം കുറെ കാര്യങ്ങൾ ഹറാമാണെന്നും ഹലാലാണെന്നും പറയുമ്പോൾ ചിലത് പേരെടുത്ത് പറയുന്നില്ല. പക്ഷെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മുടെ ശരീരത്തെ നമുക്ക് കേടുവരുത്താൻ പാടില്ല. നമ്മുടെ ശരീരത്തെ കേടുവരുത്തൽ എന്താണ്, ഹറാമാണ്. പക്ഷെ ഇന്ന ഭക്ഷണങ്ങൾ ചിലതൊന്നും ഇപ്പൊ ഹറാമാണെന്ന് പറയുന്നില്ലെങ്കിലും, പഠിപ്പിച്ചിട്ടില്ലെങ്കിലും, നമ്മുടെ ശരീരത്തെ കേടുവരുത്തുക എന്നുള്ളത് എന്താണ്, അത് അവിടെ ലാ ദററ വലാ ളിറാർ എന്ന ഹദീസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ശരീരത്തെ നമ്മൾ വലാ തളുറു അജ്സാദിക്കും തളുറു അജ്സാമിക്കും എന്നൊക്കെ ഹദീസ് നമുക്ക് കാണുന്നത്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. ശരീരത്തോടുള്ള ഉപദ്രവമാണ് വേണ്ടാത്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം. പിന്നെ നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് മാറി എന്ന് മനസ്സിലായാൽ പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കുറച്ച് ഭക്ഷണം, നമ്മുടെ വയറിന്റെ ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം നമ്മുടെ ബ്രീത്തിങ്, ശ്വസിക്കാനുള്ള വായുവിനുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ അതൊന്നും അളന്ന് മുറിച്ചിട്ടൊന്നുമല്ല ഭക്ഷണം കഴിക്കുന്നത് എങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഭക്ഷണത്തിന് വിശപ്പ് മാറിയാൽ പിന്നെ ഭക്ഷണത്തിനോടുള്ള ആ ഒരു നിർത്തണം, പിന്നെ നമ്മൾ ഭക്ഷണം നിർത്തണം. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ആ ഒരു രീതി നമ്മൾ ഭക്ഷണത്തോടുള്ള സമീപനം നമ്മൾ സമീപിച്ചാൽ നമുക്ക് ഇസ്ലാം ഉണ്ട്, ശരിയായ ഇസ്ലാമിലാണ് നമ്മൾ എന്നർത്ഥം. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമായി പറഞ്ഞ സംഗതിയാണ്, നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഭക്ഷണം വേണ്ടാത്ത ആർഭാടമായിട്ട് വയറ് നിറച്ച് വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കുന്ന ആളുകൾ യഖുലൂന ഫിന്നാർ ഫി ബുതൂനിഹിം ഇല്ലന്നാർ, അവരുടെ വയറുകളിൽ
നരകത്തിന്റെ തീയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് എന്ന് വിസ്ലാസ്ലം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ സമുദായത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഭക്ഷണം കൊണ്ട് ആർഭാടമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വസ്ത്രം എന്തിനാണ് നമുക്ക് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മാന്യത, നമ്മുടെ വസ്ത്രം നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഔറത്തിനെ മറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു അഭിമാനം വേണ്ടിയിട്ട് ഇസ്ലാമികമായിട്ട് ഒരു വസ്ത്രധാരണ രീതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബി കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദൈന എന്ന് പറയുന്ന ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെൺകുട്ടികളോടും അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടൊക്കെ സത്യവിശ്വാസികളോടൊക്കെ താങ്കൾ പറഞ്ഞു കൊടുക്കുക എന്ത്? അവര് മാന്യമായ രൂപത്തിൽ വസ്ത്രം ധരിക്കട്ടെ, അവരുടെ മുഖമക്കന അവരുടെ മാറിടത്തിലൂടെ അവര് താഴ്ത്തിയിടട്ടെ എന്ന് പറയുന്ന അതാണ് അവർക്ക് സത്യവിശ്വാസികളുടെ വസ്ത്രധാരണ രീതി. അത് മറ്റുള്ളവർക്ക് കാണണം. അതൊന്ന് രണ്ട് പർപ്പസാണുള്ളത്. ഒന്നെന്താന്ന് വെച്ചാൽ ഇവള് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന ഒരു പെണ്ണ് യഥാർത്ഥമായ രൂപത്തില് ഒന്ന് ഹിജാബ് ധരിക്കുന്ന, അതല്ലെങ്കിൽ ഇസ്ലാം നമ്മോട് കൽപ്പിച്ച രൂപത്തിൽ ഔറത്തുകളെല്ലാം മറച്ച് ശരിക്കും വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് എന്ത് ചെയ്യുക? അഭിമാനിക്കുക. കാരണം ഞാൻ ഇസ്ലാമിന്റെ വസ്ത്രമാണ്, ഇസ്ലാം എന്നോട് കൽപ്പിച്ച വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് എന്ന് അവൾക്ക് അഭിമാനിക്കാം. കാരണം അള്ളാഹു പറയുകയാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നാലിക്ക് അതിനായി അറഫ്ന, ഇവള് മുസ്ലിമാണ്, യഥാർത്ഥമായ മുസ്ലിമാണെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഉദൈന, അങ്ങനെ അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ സ്ത്രീ സമൂഹമൊക്കെ ഇന്ന് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അട്രാക്ഷൻ വെളിവാക്കുക അല്ലെങ്കിൽ അവർ കാണണം, എന്റെ വസ്ത്രത്തെ കുറിച്ച് അവർ പറയണം, ഇന്ന് എത്ര വില ആയി, അല്ലെങ്കിൽ എവിടുന്ന് എടുത്തു എന്നൊക്കെ, വസ്ത്രത്തെ കുറിച്ച് നല്ല രസമുണ്ട് എന്നൊക്കെ മറ്റുള്ളവർ പറയപ്പെടണം എന്നൊരു ഉദ്ദേശമാണ് നമുക്കുള്ളതെങ്കിൽ തീർത്തും ഹറാമാണ് നമ്മുടെ വസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അനാവശ്യമായ രൂപത്തിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന ആളുകളാണ് സമൂഹത്തിൽ ഭൂരിപക്ഷവും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരകത്തിൽ അക്സറുഹും നിസ, നരകത്തിൽ കുറെ ആളുകൾ കാണിപ്പിക്കപ്പെട്ടു, അതിൽ അധിക ആളുകളും സ്ത്രീകളാണ് എന്ന് പറഞ്ഞപ്പോ ആകാശലോകത്തും ജിബ്രീൽ അലൈഹി സ്വലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടു. അപ്പൊ ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് നബിയോട്, പ്രവാചകരെ, അതിലൊരു കാരണം നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ വസ്ത്രധാരണം, ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് കാരണം അവർ വസ്ത്രം കൊണ്ട്, ചില സ്ത്രീകളുണ്ട് അവർ വസ്ത്രം ധരിക്കും പക്ഷെ മറ്റുള്ളവരെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ്. അപ്പോൾ അങ്ങനെ കാണിപ്പിക്കാൻ വേണ്ടി നമ്മൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു പറഞ്ഞ ഈ ഒരു വലിയ ശിക്ഷയിലേക്ക് അല്ലെങ്കിൽ നരകത്തിന്റെ ഭൂരിപക്ഷത്തിലേക്ക് നമ്മളും പെടും. ഗൗരവമായിട്ടുള്ള സംഗതിയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്വർഗത്തിലേക്ക് നേരിട്ട് പോകുന്ന ആളുകളാവണമെങ്കിൽ ഇസ്ലാം അനുശാസിക്കുന്ന, ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, വസ്ത്രധാരണ രീതിയുണ്ട്. ഇത് ആണുങ്ങൾക്കും ബാധകമാണ്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരും ഇപ്പോഴത്തെ മോഡേൺ ഡ്രസ്സുകൾ, ഇപ്പോഴത്തെ ബാഗി ഡ്രസ്സുകളൊക്കെ ആണല്ലോ, ജീൻസ് ഷർട്ട്സ് ഒക്കെ ധരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര്, ആ ചെറുപ്പക്കാര്, യുവാക്കള്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കണം, ഇസ്ലാം പറയുന്നതല്ല അല്ലെ. നമുക്ക് തന്നെ അറിയാം, ചില ആളുകൾക്ക് ഡ്രസ്സ് ധരിക്കുമ്പോൾ അവരോട് ചോദിക്കുക നമ്മള്, നീ ഇങ്ങനെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നിനക്ക് രസമില്ലല്ലോ എന്ന് പറയുമ്പോൾ അവരെന്ത് പറയും? ഇത് എനിക്ക് പറ്റിയിട്ടൊന്നുമല്ല, അങ്ങനെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് അവര് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇടുകയാണ് എന്ന അർത്ഥത്തിലാണ് പല ആളുകളും, മിക്ക ആളുകളൊക്കെ ഡ്രസ്സ് ധരിക്കുന്ന, വസ്ത്രം ധരിക്കുന്നത് അവർക്ക് വേണ്ടി പോലും അല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. സത്യവിശ്വാസികൾക്ക് ഇസ്ലാമിന് ഒരു ഇജ്ജത്ത് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ നമ്മൾ തുടക്കത്തിൽ. നമുക്കൊരു അഡ്രസ് ഉണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഈ അഡ്രസ് എന്ന് പറയുമ്പോൾ ഒരു ആത്മീയ അഡ്രസ്സാണ്. അത് എല്ലാവർക്കും, സത്യവിശ്വാസികളുടെ എല്ലാവരെയും ആത്മീയമായ അഡ്രസ്സ് ഒന്നാണ്. പക്ഷെ നമുക്ക് ഭൗതികമായ അഡ്രസ്സ് പല രൂപത്തിലും എല്ലാവർക്കും ഇനീഷ്യലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആത്മീയമായ നമ്മുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നാണ്. അത് പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട് നമുക്ക് കാണിച്ചു തന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന, സഹാബികളൊക്കെ കാണിച്ചു തന്ന ഒരു മാതൃകയാണ്, ജീവിതത്തിന്റെ ഒരു സ്റ്റൈലാണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അഭിമാനിക്കണം. അങ്ങനെ അഭിമാനിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഈമാൻ കൊണ്ട്, ഇസ്ലാമിന്റെ അഭിമാനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മാധുര്യം നിങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ആ ഈമാനാകുന്ന മാധുര്യം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിന്റെ അടുത്തേക്ക് നാളെ പോകേണ്ടത്. 3 മാധുര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ മനസ്സിൽ അള്ളാഹും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം ഏറ്റവും വലുത്. അങ്ങനെയാണോ നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സമാധാനിക്കാം. ഞാൻ യഥാർത്ഥമായ ഇസ്ലാമിന്റെ, അള്ളാഹു പറഞ്ഞ ആ ഇസ്ലാം കൊണ്ട് എനിക്ക് അഭിമാനിക്കാം എന്നർത്ഥം.
ആ ഇസ്ലാം പറഞ്ഞ ആ ഇസ്സത്ത്, അഭിമാനം എനിക്ക് അള്ളാഹു നൽകുമെന്നർത്ഥം. അങ്ങനെ രണ്ടാമത്തെ പറയുന്നത്, നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അപ്പൊ നമ്മൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ അള്ളാഹു പറഞ്ഞ രൂപത്തിലല്ല നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരിൽ നിന്ന് മാറി നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശീലിക്കണം. അതല്ല എങ്കിൽ ഈ ഇസ്ലാമിന്റെ ഇജ്ജത്ത് നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഫ്രണ്ട്സ് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? യഥാർത്ഥമായ രൂപത്തിൽ ആരാധന കർമ്മങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ അവർ സംസാരത്തിൽ നോക്കുന്നവരാണോ? അതുപോലെ തന്നെ അനാവശ്യമായി സംസാരിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ പരദൂഷണമോ അതുപോലെ തന്നെ അനാവശ്യങ്ങളോ കള്ളങ്ങളോ ഒക്കെ പറയുന്ന അശ്ലീലമായ രൂപത്തിൽ പല കാഴ്ചകളും കാണുന്ന ആളുകളാണോ? അല്ലെങ്കിൽ പലതും സംസാരിക്കുന്നവരാണോ എങ്കിൽ, അതുപോലെ തന്നെ മാതാപിതാക്കൾ അനുസരിക്കാത്തവരാണോ എങ്കിൽ അവരെ കൂട്ടുകൂടാൻ പാടില്ല. ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്ലാമിന് 3 മാധുര്യമുണ്ട്. ആ 3 മാധുര്യം, ഒന്നാമത്തത് അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും നമ്മുടെ മനസ്സിൽ ഏറ്റവും വലുതാവുക എന്നുള്ളത് ഒന്നാമത്തെ മാധുര്യം. രണ്ടാമത്തത് അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രം. അങ്ങനെ തന്നെ പറയുന്നത് വൈഹബ്ബുൽ മർഅ ഇല്ലാ ലില്ലാ, അള്ളാഹുക്ക് വേണ്ടി മാത്രം ഒരാളെ, യുഹിബ്ബുൽ മർഅ ഇല്ലാ ലില്ലാ, അള്ളാഹുക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുക. അങ്ങനത്തെ ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ ഇസ്ലാം, അതായത് നമുക്ക് അള്ളാഹു നൽകിയ ഒരു ഗിഫ്റ്റ് ആണ്, ഒരു റഹ്മത്താണ് ഈ ഇസ്ലാം. നമ്മൾ പറഞ്ഞു, ഈ ഇസ്ലാമിൽ നിന്നും വ്യതിചലിച്ചു പോവുക, അതായത് ഈ ഹിദായത്തിൽ നിന്നും തിരിച്ചു പോവുക എന്നുള്ളത് നരകത്തിലേക്കുള്ള ഒരു പോക്കിന് തുല്യമായിട്ട് നമ്മൾ കാണണം. വയ്യഅുദുഹു, അതായത് ആ തിരിച്ചു പോവുക എന്നുള്ളത്, അതിലേക്ക് മടങ്ങുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അത് അയ്യുൽക ഫിന്നാർ, നരകത്തിലേക്ക് തന്നെ അള്ളാഹു വഴിച്ചിടുന്നതിന് തുല്യമായിട്ട് ആ കുഫറിലേക്ക്. അതായത് നമ്മളിപ്പോ കുറച്ചു കാലം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കും. വീണ്ടും പുറത്തുനിന്നുള്ള ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ പലതും പറഞ്ഞ് നമ്മളങ്ങനെ കളിയാക്കും, പരിഹസിക്കുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അനാവശ്യമായ രൂപത്തിലെ കൾച്ചറിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോയാൽ എന്താവും? ഇസ്ലാമിന്റെ മാധുര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്ന ഈ 3 കാര്യങ്ങളാണ്. അപ്പൊ എന്നും നമ്മുടെ മനസ്സിൽ ഏറ്റവും വലുത് അള്ളാഹും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ? നമ്മൾ മറ്റാരും പറഞ്ഞതല്ല നമ്മൾ അനുസരിക്കുക, അള്ളാഹും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാത്രമായിരിക്കും നമ്മൾ അനുസരിക്കുക. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ഇടുന്നത്, അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കൊണ്ടുപോകുന്നത്, ഇതിലൊക്കെ നമുക്കൊരു അഭിമാനം ഉണ്ടാവും എന്നർത്ഥം. ഇതൊക്കെ ചുരുക്കി പറയുകയാണ്. നമുക്ക് ഒരുപാട് മേഖലകളുണ്ട്. അനാവശ്യത്തിലേക്ക് പറയുമ്പോൾ നമുക്കറിയാലോ. ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാം, അതായത് നമ്മൾ അഭിമാനിക്കണം എന്ന് പറയുന്ന ഈ ഇസ്ലാം എന്നുള്ളത് പ്രകാശമാണ്, നൂറാണത്. ഈ പ്രകാശത്തിനെതിരായിട്ടുള്ളതെല്ലാം ശൈത്താന്റെ മാർഗങ്ങളാണ്. തുടക്കത്തിൽ നമ്മൾ ഓതി വെച്ച 2-3 ആയത്തുകളുണ്ട്. നമ്മൾ സ്വയം സത്യവിശ്വാസി, ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹു പറയാണ്, നിങ്ങൾ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഞാനൊരു മുസ്ലിം ആണെന്ന് പറഞ്ഞ് അതിനുവേണ്ടി ആ മുസ്ലിം കൊണ്ട് നമ്മൾ അഭിമാനിക്കുകയും അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരെക്കാൾ വലുത് ആരുമില്ല എന്ന് അള്ളാഹു പറയുകയാണ്. അതാണ് ഏറ്റവും വലുത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇസ്ലാമികമായിട്ട് പറഞ്ഞ ഏറ്റവും ഇസ്സത്തോടുള്ള അഭിമാനബോധത്തോടെ നമ്മൾ ജീവിക്കണം. എന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അതിനുശേഷം നമ്മൾ പറയണം, എന്നെ കണ്ടിട്ട് നിങ്ങൾ പഠിക്കൂ. നമ്മളെ ഫ്രണ്ട്സിനോട് നമുക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ, ഫ്രണ്ട്സിന് നമ്മളെ കണ്ടിട്ട് മാറാൻ സാധിക്കണം. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ മോശത്തരം ചെയ്യുന്ന ആളുകളാണ്, നിസ്കരിക്കാത്ത ആളുകളാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അധാർമികതകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരൊക്കെ മാറ്റിയെടുക്കാൻ നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മളെ കണ്ടിട്ട് അവർ മാറണമെന്നർത്ഥം. അല്ലാതെ അവരെ കണ്ടിട്ട് നമ്മൾ മാറാൻ പാടില്ല. അങ്ങനെയാണ് കുറെ ആളുകളുണ്ട്, അവര് നല്ല രൂപത്തിലൊക്കെ ജീവിക്കും, പക്ഷെ പിന്നീട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പോകുമ്പോൾ എന്താവും? അവരും അവരെ പോലെ വഴികേടിലായി പോകും. അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇപ്പൊ പുറത്തൊക്കെ നമ്മളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോവാണ്, ഹയർ എഡ്യൂക്കേഷനൊക്കെ വേണ്ടി +2 ശേഷമൊക്കെ നമ്മൾ പോകുമ്പോൾ പിന്നെ അതുവരെ നല്ല കുട്ടികളായിരിക്കും നമ്മൾ, പക്ഷെ തിരിച്ചു പോകുമ്പോൾ എന്താവും? നമ്മൾ മാറും. അങ്ങനെ ഒരിക്കലും മാറ്റം നമുക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, സ്തജീബു ലില്ലാഹി വൽ റസൂലി ഇദാ ദഅഅകും ലിമാ യുഹ്യീകും, നിങ്ങൾ ജീവിതം അവസാനിക്കുന്നവരെ അള്ളാഹുലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇങ്ങനെ നബിയും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടേയിരിക്കണം. അതിനൊരു സമയമൊന്നുമില്ല. അപ്പൊ അള്ളാഹുവിനെ നബിനെ അനുസരിക്കുക, സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിന് കൊല്ലമോ ഒരു മാസമോ ഒരു ദിവസമോ ഒന്നും ആവശ്യമില്ല. ഈ മാസം റബീഉൽ അവ്വൽ മാസത്തിലൊക്കെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരുപാട് കഥകളും പ്രസംഗങ്ങളും പാട്ടുകളും ചരിത്രങ്ങളൊക്കെ കേട്ടു. പിന്നെ അതിൽ അനുവദിക്കപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്തതുമായുള്ള വിദഅത്തായ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സമൂഹത്തിന്റെ ഇടയിൽ. പക്ഷെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നതും നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ നമ്മൾ സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, നബിയെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാ?
അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഖുർആാനനുസരിച്ച് ജീവിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്നേഹിക്കുക, അതായത് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നർത്ഥം. അത് നമുക്കൊരു അഭിമാനം ഉണ്ടാവണം. നമ്മൾ പറഞ്ഞല്ലോ, ശൈത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, പക്ഷേ ഇസ്ലാമിന് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതായത് ഖുർആന് നമുക്ക് കാണാൻ സാധിക്കും പല സന്ദർഭങ്ങളിലും ഹിദായത്തിനെ കുറിച്ച് പറയുമ്പോൾ അത്, ഇപ്പൊ നിങ്ങൾക്ക് അള്ളാഹു പറയുകയാണെന്ത്, നൂറ് പ്രകാശം അല്ല, നമ്മൾ കേട്ടിട്ടുണ്ട് പ്രകാശം എന്ന് പറയുമ്പോൾ നൂറ് എന്നാണ് അറബിയിൽ പറയുന്നത്. ഖുർആൻ പ്രയോഗിക്കുന്നത് ഈ ഇസ്ലാം എന്നുള്ളത് ഒരു നൂറാണ്, ഒരു പ്രകാശമാണ്. പക്ഷേ അന്ധകാരങ്ങൾ ലുലുമ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ലുലുമാത്ത്, അന്ധകാരങ്ങൾ. നൂറിന്റെ ഓപ്പോസിറ്റ് ആണ്, വെളിച്ചത്തിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഇരുട്ട് എന്നുള്ളത്, അന്ധകാരങ്ങൾ. അവിടെ അന്ധകാരങ്ങൾ എന്ന് പറയുമ്പോൾ ശൈത്താന്റെ മാർഗങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അള്ളാഹുലേക്കുള്ള മാർഗം എന്താണ്? ഒന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുമ്മ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലെ? നമ്മൾ സ്ഥിരമായിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉത്തരമാണ് അള്ളാഹു നൽകിയ ഹിദായത്ത്, നമുക്ക് ഈ പ്രകാശം നൽകിയിരിക്കുന്ന അള്ളാഹു. അപ്പൊ ഈ പ്രകാശം യഥാർത്ഥത്തിൽ അള്ളാഹുവോട് നമ്മൾ നന്ദി പറയണം. അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ സ്വഭാവത്തെ നമ്മൾ മാറ്റണം. നമ്മുടെ ആരാധന കർമ്മങ്ങളെല്ലാം നമ്മൾ കണിശമായി കൃത്യമായിട്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യണം. അതുപോലെ തന്നെ അയൽവാസി ബന്ധങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവരോട് സലാം പറയല്, അതുപോലെ തന്നെ മറ്റുള്ളവരെ പുഞ്ചിരിക്കലൊക്കെ. ഇപ്പൊ അയൽവാസികൾക്ക് ഒരുപക്ഷെ അയൽവാസികളോട് അവർക്ക് നന്മ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലുതൊന്നും കൊടുക്കാൻ നമ്മുടെ അടുത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അയൽവാസികൾ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ, അല്ലെ? എത്ര ആളുകൾക്ക് അയൽവാസികൾ ആരാൻ പോലും അറിയില്ല, നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പുഞ്ചിരിക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ പഠിച്ചതാണ് പുഞ്ചിരി എന്നുള്ളത് എന്താണ്? സ്വതക്കയാണ്. അപ്പൊ അതും നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു സമ്മാനമാണ്, ഒരു സ്വതക്കയാണത്. അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുന്ന, അതോടൊപ്പം തന്നെ നമ്മൾ പുഞ്ചിരിക്കുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ ശരിക്കുള്ള ഇസ്ലാമിലെ ആളുകളാണെന്നർത്ഥം. നമ്മൾ ഇസ്ലാസിലെ എന്തൊക്കെയോ ഗുണങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് സ്വീകരിക്കണം. അപ്പൊ മാത്രമാണ് ഒരു ഇസ്ലാം നമുക്ക് കിട്ടുന്നുള്ളൂ. അതല്ലെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾ ആരാധന കർമ്മങ്ങൾ മാത്രം ചെയ്യും, ചില ആളുകൾ സാമൂഹിക പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യും, പക്ഷെ നമസ്കാരത്തിലൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വേണം. ആരാധന കർമ്മങ്ങളെല്ലാം വളരെ കൃത്യമായി കണിശമായി നമ്മൾ ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരോടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇടപാടുകൾ, സ്വഭാവ ഗുണങ്ങൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം കണിശമായി ചെയ്യണം. അതുപോലെ തന്നെ ഭക്ഷണത്തോട് സമീപനമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ നമ്മൾ ശരിക്കുള്ള ഒരു മുസ്ലിമാണോ, സമ്പൂർണ്ണ മുസ്ലിമാണോ, നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വസ്ത്രം ധരിക്കുന്നത്, അത് നമ്മൾ എത്രത്തോളം ഇസ്ലാമികത അനുസരിച്ച് വസ്ത്രം ധരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം. എന്നും വിലയിരുത്തിക്കൊണ്ടിരിക്കണം, മരിക്കോളം. നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. നമ്മുടെ കൂട്ടുകെട്ടിനനുസരിച്ചോ നമ്മുടെ ഏതെങ്കിലും കോഴ്സുകൾക്ക് നമ്മൾ പോകുമ്പോൾ അതൊന്നും അതിനനുസരിച്ച് നമ്മൾ മാറാൻ പാടില്ല എന്നർത്ഥം. ഭക്ഷണ രീതി തന്നെ നമ്മൾ ഇസ്ലാമികമാണോ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ദുആ ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ, കാരണം ഈ ഭക്ഷണവും ഇസ്ലാമുമായിട്ട് വലിയ ബന്ധമുണ്ട്. നമുക്കറിയാം, ഭക്ഷണം കഴിച്ചാല് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കും? അല്ലാഹുമ്മ അൽഹംദുലില്ലാ അലയതമനി വസഖാനി വജഅൽനി മിനൽ മുസ്ലിമീൻ, അല്ലേ? മറ്റുള്ള പ്രാർത്ഥനയ്ക്കൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കും? അൽഹംദുലില്ലാ അല്ലദീ സഖാനി വജഅൽനി മിനൽ മുസ്ലിമീൻ. അവിടെയും നമ്മൾ മുസ്ലിം ആയതിൽ നമ്മൾ അഭിമാനിക്കുന്നു എന്നുള്ളത്. ഈ രണ്ടും ഭക്ഷണത്തിന്റെ കൂടെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ കൂടെയാണ് നമ്മൾ ഇസ്ലാമിന്റെ അഭിമാനത്തെ നമ്മൾ കൂടെ ദുആ ചെയ്യുന്നുണ്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മില്ല ചൊല്ലുക. അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള ദൈനംദിന പ്രാർത്ഥനകളെല്ലാം, അത് നമ്മൾ പറഞ്ഞല്ലോ, ലാസ്റ്റത്തെ ആയത്ത് പറഞ്ഞു, നമ്മള് ഷെയ്ത്താൻ ഒരുപാട് വഴികളുണ്ട്. നമ്മൾ ശരിയായ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അഭിമാന ബോധത്തോടെ ജീവിക്കുന്നതിൽ നമ്മൾ തടയുന്നത് ആരാണ്? ഷെയ്ത്താനാണ്. ഈ ഷെയ്ത്താൻ മാർഗത്തിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരൊറ്റ മാർഗം തന്നെ മതി. അതോടൊപ്പം തന്നെ ഖുർആൻ പാരായണം നമ്മൾ കൃത്യമായി ചെയ്യുക. പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുക. നബി നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ, ഇറങ്ങുമ്പോൾ, പള്ളിയിലേക്ക് കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകൾ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇറങ്ങുമ്പോൾ ഒക്കെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ. അപ്പൊ ഈ പ്രാർത്ഥനകളെല്ലാം മാക്സിമം പരമാവധി നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോഴെന്താവും? ശൈത്താൻ അവിടെ ഒരു സ്വാധീനം ഉണ്ടാവില്ല. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥന മറന്നാൽ പോലും നമ്മൾ അത് എടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചൊല്ലലാണ് ഏറ്റവും നല്ലത്. പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പ്രാർത്ഥന മറന്നാലും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഒരുപക്ഷെ നമ്മൾ ബാത്റൂമിലേക്ക് പോയി, നമ്മൾ ചൊല്ലാൻ മറന്നുപോയി, ശേഷം ചൊല്ലിയിട്ടില്ല, പക്ഷെ നമ്മൾ അതിന് ശേഷം ചൊല്ലിയാലും അള്ളാഹു അത് സ്വീകരിക്കും. അപ്പൊ എന്താവും? ശൈത്താൻ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടൂല, നമ്മളിലേക്ക് കയറാനുള്ള ഗ്യാപ്പ് കിട്ടൂല.
പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം മറന്നാൽ വീണ്ടും വീണ്ടും മറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ മറന്നാൽ വീണ്ടും അത് എടുത്ത് ചെയ്യലാണ് ഹൈറ്. കാരണം അവിടെ പിന്നെ ശൈത്താൻ ഒരു കയറാനുള്ള ഒരു ചാൻസ് കിട്ടൂല. അപ്പൊ നമ്മൾ എന്നും ദുഹാ നിസ്കരിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു കുട്ടി, ഒരു ആളാണെങ്കിൽ ആ അയാളെ ഒരു ദിവസം നിസ്കരിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താവും? ശൈത്താന് ഭയങ്കര സന്തോഷമായിരിക്കും. വീണ്ടും വീണ്ടും അയാൾ അത് ചെയ്യാതിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് വീണ്ടും എടുത്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് പിന്നെ ഒരു നല്ല കാര്യമാണത്. ഷെയ്ത്താന് ഇടം കൊടുക്കാതിരിക്കാനുള്ള ചാൻസ് ആണ്. ഷെയ്ത്താൻ നമ്മളിലേക്ക് കയറിയാൽ പിന്നെ എന്തുണ്ടാവുക നമുക്കറിയാം. ഷെയ്ത്താനും ഈ ഷെയ്ത്താൻ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? ഇലൽ ഫഖ്രി വയഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാ, ദാരിദ്ര്യത്തിലേക്കും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് ഷെയ്ത്താൻ നമ്മളെ കൊണ്ടുപോവുക. അത് നമുക്കറിയാം. അപ്പൊ ഏത് രൂപത്തിലുള്ള ഇടപാടുകളിലും ഷെയ്ത്താന്റെ സ്വാധീനം വന്നാൽ, ഇപ്പൊ സാമ്പത്തികമായിട്ടാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റുള്ള ഇടപാടുകളിലൊക്കെ ഷെയ്ത്താന്റെ സ്വാധീനം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോ സാമ്പത്തിക ഇടപാടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാം അനുവദിക്കുന്ന ഒരു മേഖലയുണ്ട്. അതിനെതിരായിട്ട് നമ്മൾ പലിശയും ലോണും ലോട്ടറിയും ഒക്കെ എടുത്ത് നടക്കുന്ന ആളുകളാണെങ്കിൽ എന്താവും? തീർച്ചയായിട്ടും ആ സാമ്പത്തിക വ്യവസ്ഥ തകർന്നും നമുക്ക് പിന്നെ ഒന്നിനും പൈസ ഉണ്ടാവില്ല. സാമ്പത്തികമായിട്ട് നമ്മൾ ആ കഷ്ടത്തിലാവും. അങ്ങനെ അള്ളാഹു പറഞ്ഞതിനെതിരായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഷെയ്ത്താനായിരിക്കും പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുക. ഈ ശൈത്താൻ പലതും നമുക്ക് ഇങ്ങനെ ഓർമ്മിച്ചു, പലതും നമുക്ക് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിലൊക്കെ നമ്മൾ പരാജയപ്പെടും. ഇഹലോകത്തും പരാജയപ്പെടും, പരലോകത്തിൽ ഏറ്റവും വലിയ പരാജയപ്പെടലും ഉണ്ടാവും. അപ്പൊ നമ്മളെ ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മളിന്ന് മനസ്സിലാക്കിയത്, ഇസ്ലാം നമുക്ക് എന്താണ്? അഭിമാനമാണ്, അതുപോലെ തന്നെ ഇസ്സത്താണ്, പ്രതാപമാണ്. ഖുർആൻ പറയുന്നു, പല സന്ദർഭങ്ങളും ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇസ്ലാമിനെ വിട്ട് ഇപ്പൊ തൽക്കാലം എത്രയൊക്കെ മതി, നമ്മൾ പറഞ്ഞല്ലോ ഷെയ്ത്താന്റെ സ്വാധീനം വരുമ്പോൾ അങ്ങനെ ആയിരിക്കും വരില്ലേ, ഇപ്പൊ എത്രയൊക്കെ മതി, അല്ലെങ്കിൽ നിനക്ക് കുറച്ച് കൂടുതലാണ്, കുറച്ച് ഓവറാണ്, അപ്പൊ നീ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ മനുഷ്യ പിശാചുക്കളായിരിക്കും നമ്മളോട് ചിലപ്പോൾ പറയാം. അതായത് നമ്മളെ ഫ്രണ്ട്സ് നമ്മോട് പറയുന്നത് നിനക്ക് കുറച്ച് ഓവറാണ്. നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി, നമ്മൾ ഇസ്ലാമികമായിട്ട് മാത്രം ഡ്രസ്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ നമ്മൾ പരിഹസിക്കുന്നത് നിനക്ക് കുറച്ച് ഓവറാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത് ഷെയ്ത്താന്റെ എന്താണ്? ജൽപ്പനമാണ്, ഷെയ്ത്താന്റെ ഒരു സംസാരമാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നഊദു ബില്ലാ നമ്മൾ അള്ളാഹുവിൽ നിന്ന് ശരണം തേടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെയാണോ, നമ്മുടെ വിശ്വാസം എന്താണോ അത് നമ്മൾ ചെയ്തിരിക്കും. അതിന് ഏറ്റവും വലിയ പ്രാക്ടീസ് ചെയ്യാനുള്ള ഇടമാണ് നമ്മുടെ വീട്. നമ്മുടെ വീടകത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ സലാം പറയുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ നന്മകൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുക. നമ്മുടെ വസ്ത്രധാരണ രീതി ഒക്കെ തന്നെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഉപ്പാരും എന്ത് പറഞ്ഞാലും ഒരുപക്ഷെ അവരും ചിലപ്പോൾ നമ്മോട് പറയും നിനക്ക് കുറച്ച് ഓവറാണെന്നൊക്കെ പറയുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? വിദ്യാർത്ഥികൾ, നമ്മളിത് സത്യം മനസ്സിലാക്കിയ എന്റെ സ്വർഗത്തിന്റെ മാർഗമാണിത്, ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ, ഖുർആൻ പറഞ്ഞ അനുസരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞനുസരിച്ചിട്ട് തന്നെ ഞാൻ ജീവിക്കുള്ളൂ, അതാണ് എനിക്ക് പ്രതാപം, അങ്ങനെ ആ പ്രതാപത്തോടെ എനിക്ക് സ്വർഗത്തിലേക്ക് കയറണം, ഞാൻ അങ്ങനെ ജീവിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ ആരും നമ്മൾ ചെവിക്കൊള്ളാൻ പാടില്ല. നമ്മൾ നമ്മുടെ വീടകത്ത് നിന്ന് തന്നെ, നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇത്തരത്തിലുള്ള രീതികളും സ്വഭാവശീലങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി വലിയൊരു മാറ്റം, ഒരു പുതിയ ഒരു വിശ്വാസം, അങ്ങനെയാണല്ലോ ലിമാ യുഹ്യീക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇത് അള്ളാഹു നമുക്ക് ഹലാലാക്കിയതും ഹറാമാക്കിയതും ഒക്കെ നമ്മളെ ശരിക്കും ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്ത് നമ്മളെ പരീക്ഷിക്കാനും ആ പരീക്ഷത്തിൽ വിജയിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ഈ ഹിദായത്താകുന്ന സമ്മാനം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് തിരിച്ചു പോവാതിരിക്കാൻ വേണ്ടി ആ ഇസ്ലാമിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹലാവത്ത്, ആ ഒരു മാധുര്യം, അതങ്ങനെ തന്നെ ഈ ഹിദായത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവാതെ എന്നും ഹിദായത്തിൽ നിലനിൽക്കാൻ, നിരന്തരം കിട്ടാൻ വേണ്ടി അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യണം. നിരന്തരം ദുആ ചെയ്യുക, അതാണ് ഏറ്റവും വലുത്. വിദ്യാർത്ഥികളായ പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രാർത്ഥനയാണ് നമ്മളെ മാറ്റിമറിക്കുന്നതും നമ്മുടെ ഈമാൻ നമുക്ക് നിലനിർത്തി തരുന്നതും. നമ്മുടെ ഇസ്ലാം പ്രതാപത്തോടെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണമെങ്കിൽ എന്നും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമസ്കാരത്തിന്റെ കൂടെയുള്ള പ്രാർത്ഥന മാത്രമല്ല കേട്ടോ, നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം അള്ളാഹുവോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണം, എല്ലാ കാര്യത്തിലും അള്ളാഹുവോട് ഇടപെടുത്തിക്കൊണ്ടിരിക്കണം. അവര് മാത്രമാണ് പ്രതാപത്തോടെ. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ഒരു ക്ലൈമാക്സ് വരുന്നത് എങ്ങനെ? നമ്മുടെ പാരന്റ്സിന്റെ കൂടെ, രക്ഷിതാക്കളുടെ കൂടെ, നമ്മളെ ബ്രദേഴ്സിന്റെ സിസ്റ്റേഴ്സിന്റെ കൂടെ നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. ഖുർആൻ പറയുന്നുണ്ട്, അത്തബഅതഹും ദുർരിയ്യത്തുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തുഹും. ചില ആളുകളുണ്ട്, അവർ ഫാമിലി ആയിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഫാമിലി ആയിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ സത്യം, നമ്മളെ വീട്ടിൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ, നമ്മൾ ദഅവത്ത് പ്രാക്ടീസ് ചെയ്യാൻ, ഉപദേശങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഭക്ഷണ രീതി, വസ്ത്രധാരണ രീതി, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള ഇടം നമ്മുടെ വീടാണ്. അവിടുന്ന് നമ്മൾ തുടങ്ങണം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സുകളിൽ നിന്നൊക്കെ നമ്മൾ തുടങ്ങണം. അങ്ങനെ വലിയൊരു മാറ്റത്തിന് നമ്മൾ മാതൃകയാണ്. എല്ലാവരും നമ്മളെ കണ്ട് പഠിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് അള്ളാഹു തരട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.
പിന്നെ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആ ഒരു പ്രതാപവും ആ ഒരു ശക്തിയും ഇസ്സത്തും അള്ളാഹു നമുക്കെല്ലാം, നമുക്കും നമ്മുടെ പാരൻസിനും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ ടീച്ചേഴ്സിനും എല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين وارحمنا في اعمالنا يا رب العالمين. اللهم امين. امين برحمتك يا ارحم الراحمين. صلى الله على نبينا محمد. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. جزاك الله خير. الحمد لله رب العالمين. കുട്ടികളെ, നമ്മളെ ഖുറആനിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു എക്സ്ട്രാ ക്ലാസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളോടൊപ്പം പാരന്റ്സ് ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ മദ്രസ ടീംസിന്റെ ക്ലാസ്സിൽ മാത്രമല്ല, മദ്രസ ഗ്രൂപ്പിൽ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒരു നല്ല ഓർമ്മപ്പെടുത്തലായിട്ട് ഉണ്ടാവും എല്ലാവർക്കും തന്നെ. പ്രത്യേകം അള്ളാഹു അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകിച്ച് പറയുന്നു, എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും സുബ്ഹാനല്ലാഹ്. ഇനിയും നമ്മളുടെ മക്കൾക്ക് ഇതിപ്പോ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുത്ത് നല്ല ശീലമാണ്, പള്ളിയിലായിട്ടും അല്ലാതെയൊക്കെ തന്നെ. ഇപ്പം ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ ആരെയും കാണാതെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും ചിലപ്പം. ഇൻഷാ അല്ലാഹ് നമ്മൾ കുട്ടികളെ മാത്രം ആയിക്കൊണ്ട് ഒരു ക്ലാസ് എടുക്കണം. അതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മൾ പാരന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ മിഷ്കാത്തിലും പാരന്റ്സിനോട് പറയാനുള്ള കുറച്ച് ഓർമ്മപ്പെടുത്തലുകളായിട്ട് ഇതേപോലെ ഞങ്ങളൊരു ടൈം പറ്റുമെങ്കിൽ നമുക്ക് കൂടെ ഒന്ന്. തീർച്ചയായിട്ടും നിങ്ങളെ ദുആ പ്രത്യേകമായിട്ട് ആവശ്യമുണ്ട്. അത് എന്തായാലും നിങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് എല്ലാവരോടും, ശ്രോതാക്കളായിട്ടുള്ള എല്ലാവരോടും ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തണം. പെരുമാറാകട്ടെ. എല്ലാവരുടെയും ആഗ്രഹം ഇൽമിലൂടെ അല്ലെ, അമലിലൂടെ അള്ളാഹുവിലേക്ക് പ്രിയപ്പെട്ടവരായിട്ട് ഇബാദുർ റഹ്മാനായിട്ട് നിൽക്കാൻ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകട്ടെ, ഫാമിലി ആയിട്ട് തന്നെ. ആമീൻ. എല്ലാവരുടെയും ദുആ ഉണ്ട്. പ്രത്യേകിച്ച് മക്കള് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലേക്ക് വെക്കുക. കിട്ടുന്ന ഇൽമൊക്കെ അമലാക്കണം എന്നൊരു നിയത്തിൽ തന്നെ പോവുക. അതില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. നമ്മൾ ഈമാനിനെ ഇസ്സത്താക്കണമെങ്കിൽ, നമുക്ക് ആ ഒരു ഹലാവത്തിൽ ഈമാൻ എന്ന് പറഞ്ഞല്ലോ, ആ മാധുര്യം അനുഭവിക്കണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിലോട്ട് നീങ്ങണം. ഓരോ കാര്യങ്ങളും അള്ളാഹു പറഞ്ഞതനുസരിച്ച്. എല്ലാവരും അങ്ങനെയാണല്ലോ, ഞാനും അങ്ങനെ ആയില്ലെങ്കിൽ എന്നല്ല, എന്റെ റബ്ബ് എന്നോട് എന്ത് പറഞ്ഞു, അതല്ലേ നമ്മൾ ഖുർആനിലൂടെ ഇങ്ങനെ നിങ്ങൾ ക്ലാസ്സുകളിലൂടെ ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും ആളുകൾ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഞാനൊരു ആസിഫ് സലീമിന്റെ ക്ലാസ്സിൽ കേട്ട അവൾക്ക് ദീൻ ഏറെയാണ്, അല്ലെങ്കിൽ അവനക്ക് ദീൻ ഏറെയാണെന്ന് പറയും. അതെന്താ ദീൻ എങ്ങനെ ഏറെയാവുന്നത്? അതായത് ഓവറാണെന്ന് പറയുന്നതിന് സാധാ ഒരു സ്പെഷ്യൽ വേർഡിൽ പറഞ്ഞപ്പോൾ ഒരുപാട് ഒരു വ്യത്യാസം തോന്നി. അങ്ങനെയൊക്കെ നമ്മളെ കുറിച്ച് പറഞ്ഞോട്ടെ, നമുക്കതൊരു അഭിമാനമായിട്ട് മാറണം. ദീൻ ഏറെയാണ്. നമ്മൾ കുറെ ഒന്നും ചെയ്യുന്നില്ല നമുക്കറിയാം, എന്നാലും അവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് നമ്മളെ ദീൻ കൊണ്ടാണ്. നമ്മൾ ദീനിനെ അനുസരിക്കുന്നത്. ദീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത രീതിയാണ് നമ്മൾ പഠിച്ചു അല്ലെ. ആ ജീവിത രീതിയിൽ കൊണ്ടാണ് അവര് നമ്മൾ ഏറെയാണെന്ന് പറയുന്നതെങ്കിൽ അതിൽ നമ്മൾ ആ അഭിമാനത്തോടു കൂടി മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കണം. പ്രത്യേകിച്ചും ഇന്നൊക്കെ കുട്ടികളെ ഒരുമിച്ച് കാണുന്ന സമയത്ത് ഒരു നല്ല രീതിയിൽ ഡ്രസ്സ് ഇട്ട ആൺകുട്ടികളെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് തട്ടമിട്ട് പോകുന്ന മക്കളെ കാണുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നാറുണ്ട്. വളരെ കുറച്ചു പേരെ നമ്മളിപ്പോ അങ്ങനെ കാണുന്നുള്ളൂ. എന്റെ മക്കളെല്ലാരും തന്നെ ഈ ഒരു രീതിയിൽ നമ്മളെ പാരന്റ്സിനും അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിനും ഒക്കെ തന്നെ കുറച്ച് ആയിനാകുന്ന മക്കളായിട്ട് മാറണം. അതിനുവേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും അമലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ക്ലാസ്സിലൂടെ ഓർമ്മിപ്പിച്ചത് അതാണ്. ദുആ ആണ് നമ്മളെല്ലാവരെയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. നമസ്കാരം നിലനിർത്തുക, ഖുർആനുമായിട്ട് എപ്പോഴും കണക്ഷൻ നിലനിർത്തുക. അതോടൊപ്പം പഠിക്കുന്ന പാഠങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിക്കുക. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് നമ്മൾ ഓരോരുത്തരും തന്നെ പ്രിയപ്പെട്ട അടിമകളായിട്ട് ഇബാദുർ റഹ്മാൻ അള്ളാഹു പേരെടുത്ത് പറഞ്ഞ് ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ആ പ്രിയപ്പെട്ട അടിയാന്മാരായിട്ട് ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമ്മളും നേരത്തെ പറഞ്ഞ കുടുംബത്തോടു കൂടി തന്നെ സന്തോഷമായിട്ട് അവിടെ നമുക്ക് കൂടി ചേർന്നിരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഇവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഒരു സമയം അത്രയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് ഈ ഓരോ നിമിഷവും ഏറ്റവും വലിയ സ്വാലിഹായ അമലാക്കി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും, നമ്മൾ ഹസീന ടീച്ചർക്കും അതുപോലെ നമുക്ക് ഇത് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത നസീറ ടീച്ചർക്കും അതുപോലെ തന്നെ ഷാമ നമ്മളെ ടീച്ചേഴ്സും കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ അള്ളാഹു എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. നിസിറ റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാഹ്.